നമുക്ക് മംഗളാചരണം സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇന്ന് നമ്മൾ ശ്രീമദ് രാമായണത്തിലേക്ക് നമുക്ക് തിരിച്ചു വരാം. ഇപ്പോ മംഗളാചരണം വെച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. കൂജം തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖം വന്ദേ വാൽമീകി കോകിലം. വാൽമീകിർ മുനിസിംഹസ്യ കവിതാ വനചാരിണ ശൃണ്വൻ രാമകഥാനാദം കോനയാതി പരാം ഗതി. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതി ഭക്തി വേദാന്ത സ്വാമി നാമനെ. നമസ്തേ സരസ്വതി ദേവി ഗൗരവാണി പ്രചാരണെ നിർവിശേഷ ശൂന്യവാദി ഭാഷാത്യതീശുതാരണെ. ജയ ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. നമ്മള് കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ അല്ലെങ്കിൽ കുറച്ച് ആഴ്ചകൾക്ക് മുന്നേ നമ്മള് ശ്രീരാമചന്ദ്രമൂർത്തിയുടെ ആവിർഭാവ ദിനത്തില് നമ്മള് അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് നമ്മള് ഭഗവാന്റെ അപ്പിയറൻസ് ഡേ നമ്മൾ സെലിബ്രേറ്റ് ചെയ്തു. അപ്പൊ അന്ന് നമ്മൾ പറയുകയുണ്ടായി, ഭഗവാൻ നാരായണന്റെ എക്സ്പാൻഷൻ ആയിട്ട് അല്ലെങ്കിൽ അവതാരമായിട്ട് ശ്രീരാമചന്ദ്രമൂർത്തി ജനിക്കുകയുണ്ടായി. അപ്പോ ഭഗവാന്റെ ജനിക്കാനുള്ള കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ആ വാസുദേവൻ എന്താ ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാല് എപ്പോഴെല്ലാം ഭൂമിക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നു ആ സമയത്ത് ഭക്തന്മാരെ പരിരക്ഷിക്കാനും ദുഷ്ടാനുഗ്രഹത്തിനും വേണ്ടിയാണ് ഭഗവാൻ അവതരിക്കുന്നത്. അപ്പോ നേരിട്ട് നമ്മൾ ശ്രീമദ് രാമായണത്തില് ഭഗവാന്റെ ആവിർഭാവ ലീലയെ പറ്റിയാണ് നമ്മൾ സംസാരിച്ചത്. യഥാർത്ഥത്തിൽ ശ്രീമദ് രാമായണം സ്റ്റാർട്ട് ചെയ്യുന്ന അങ്ങനെയല്ല. അപ്പോ ശ്രീമദ് രാമായണം സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ അറിയില്ലേ, നമുക്ക് നമ്മൾ ഭാഗവതം സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്, അതേപോലെ ഭാഗവതത്തിന്റെ ഒരു സ്റ്റാർട്ടിന് ചില ആൾക്കാർ റീസൺ ഉണ്ട് അല്ലെ, ശ്രീമദ് ഭാഗവതം സ്റ്റാർട്ട് ചെയ്യാനുള്ള കാരണം. ആരാണ് ശ്രീമദ് ഭാഗവതം സ്റ്റാർട്ട് ചെയ്യാനുള്ള കാരണക്കാരൻ? നമുക്കറിയാം, പരീക്ഷിത് മഹാരാജാവ്. അതേപോലെ യഥാർത്ഥത്തില് ബ്രഹ്മദേവന് ഈ ശ്രീമദ് രാമായണം അറിയാമെങ്കിലും വൈദികമായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ അത് ബ്രഹ്മദേവനും അറിയാവുന്ന വസ്തുതയാണ്. പക്ഷെ ഇത് ഈ ഒരു തുടക്കം വരാനുള്ള റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് വാൽമീകിയാണ്. വാൽമീകി അദ്ദേഹം ഒരു ദിവസം തന്റെ തപസ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത്, അദ്ദേഹം കുളിക്കാനായിട്ട് പോകുന്ന സമയത്ത് അതിമനോഹരമായിട്ടുള്ള ഒരു 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 എൻവയോൺമെന്റ് അവിടെ ദർശിക്കും അദ്ദേഹം. അപ്പോൾ അദ്ദേഹം നോക്കും, വളരെ നാച്ചുറൽ സീനിക് ബ്യൂട്ടി അദ്ദേഹം കാണും. അപ്പൊ അങ്ങനെ നിൽക്കുമ്പോഴാണ് അവിടെ ഒരു 2 പക്ഷികൾ ഇരിക്കുന്നത്. അപ്പൊ 2 പക്ഷികൾ ഇരിക്കുമ്പോൾ അദ്ദേഹം വളരെ കൗതുകത്തോടെ ആ പക്ഷികളെ നോക്കും. അപ്പോ നോക്കുന്ന ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു പക്ഷി താഴത്ത് പിടഞ്ഞു വീണ് മരിക്കുന്നതാണ്. അപ്പൊ നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, വളരെ സീനിക് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് നമ്മൾ പോകുന്നു, എന്നിട്ട് അതൊക്കെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഹൊറർ ആയിട്ടുള്ള ഒരു സംഭവം അവിടെ നടക്കും. ഹൊറിഫിക് ഇൻസിഡന്റ്. അല്ലെങ്കിൽ ആൾക്കാര് ടൂറിസ്റ്റുകളായിട്ട് അവർ പലയിടത്തും പോകും. അപ്പൊ ടൂറിസം എന്താണ്? സീനിക് ബ്യൂട്ടിയൊക്കെ എൻജോയ് ചെയ്യണം. പക്ഷെ അവിടെ പെട്ടെന്ന് ടെററിസ്റ്റ് അറ്റാക്ക്.
അപ്പോ അദ്ദേഹം വളരെ പെട്ടെന്ന് അദ്ദേഹത്തിന്റെ ആ ഒരു മെന്റൽ ഡിസ്പോസിഷൻ അദ്ദേഹം അവിടുന്ന് മാറും. അദ്ദേഹം ആലോചിക്കും, ഇത് ആരാണ് ഇങ്ങനെയൊക്കെ ചെയ്തത്, എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത്. നോക്കിക്കഴിഞ്ഞപ്പോ മനസ്സിലായി അതിന്റെ പിന്നിലുള്ള കാരണക്കാരൻ ഒരു ഒരു വേടൻ എയ്ത അമ്പാണ്. അപ്പൊ ഇദ്ദേഹത്തിന്റെ വായിൽ നിന്നും അദ്ദേഹം ഒരു ശ്ലോകം വരും. അപ്പൊ പറയുന്ന ആദ്യത്തെ ശ്ലോകം എന്നാണ് അതിനെ വിശേഷിപ്പിക്കുന്ന ആദികാവ്യം എന്നുള്ള രീതിയിലാണ് ശ്രീമദ് രാമായണം പറയുന്നത്. ആ ശ്ലോകം മാനുഷാദ പ്രതിഷ്ഠാഹം അഗമശാശ്വതി സമ യത് ക്രൗഞ്ച മിഥുനാധേക്യം അവധി കാമമോഹിതം. അപ്പൊ അദ്ദേഹത്തും ഒരു ശാപത്തിന്റെ രൂപത്തിലാണ്, അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഒരു ശോകവും അതേപോലെ ഒരു ശാപത്തിന്റെ രൂപത്തിലാണ് ഈ ആദ്യത്തെ ശ്ലോകം. അദ്ദേഹം തന്നെ ദിനചര്യകളെല്ലാം കഴിഞ്ഞിട്ട് തിരിച്ചു പോകുമ്പോൾ അദ്ദേഹം ആലോചിക്കാണ്, ഞാൻ ചെയ്തത് ശരിയാണോ? ഒരാള് ഒരു വേടന്റെ ധർമ്മം, അവന്റെ ധർമ്മം എന്താണ്? ഒരു വേട്ടയാടുക, ഇത് വേടന്റെ ധർമ്മമാണ്. കാരണം അവര് ഈ നമ്മുടെ ചതുർവർണ്ണ്യം മയാ സൃഷ്ടം, ആ 4 വർണ്ണങ്ങളിലൊന്നും വരുന്നില്ല. സോ ഹീസ് ബിലോ. പക്ഷേ വൈ ഡിഡ് ഐ കേഴ്സ് ഹിം ലൈക്ക് ദാറ്റ്? വാട്ട് ഈസ് ദ റീസൺ ഫോർ മീ കേഴ്സിങ്? ഒരു സേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ഇക്വാനിമിറ്റിയാണ്. ഏത് സംഭവങ്ങള് ജീവിതത്തിൽ നടന്നു കഴിഞ്ഞാലും അവരധികം അതില് ഒരു വറീഡ് ആവാറില്ല. ദർ ഓൾവേസ് സെയിം ഇക്വാനിമിറ്റി, എന്താണ് ഇക്വാനിമിറ്റി ഓഫ് മൈൻഡ് എന്ന് പറയും. അപ്പൊ അദ്ദേഹം ആലോചിക്കുകയാണ്, എന്തുകൊണ്ട് എനിക്ക് ഈ ചിന്തകൾ എന്റെ മനസ്സിൽ വന്നു, എങ്ങനാ ഈ ഒരു ശാപം എന്റെ ഉള്ളിൽ നിന്ന് വന്നു എന്ന് അദ്ദേഹം ആലോചിക്കുകയാണ്. അദ്ദേഹം നോക്കിക്കഴിഞ്ഞപ്പോ ആ ശ്ലോകത്തിന് ഒരു പ്രത്യേകതയും കൂടിയുണ്ട്. ഇറ്റ് വാസ് അതുവരെ ഒരു ഈ എന്താണ് 8 അക്ഷരങ്ങളുള്ള ലൈനിൽ ഒരു 8 അക്ഷരങ്ങളുള്ള ഒരു ഇത് വന്നിട്ടില്ലായിരുന്നു. ഒരു എന്താ പറയണം, 4 ലൈൻസ് 8 അക്ഷരങ്ങൾ വെച്ചിട്ടുള്ളൂ. അപ്പോ ഇതിൽ നിന്ന് അദ്ദേഹത്തെ മനസ്സിലാവും, ഓക്കെ, പ്രോബബിളി ഇത് ഞാനല്ല കാരണക്കാരൻ, ഇതിന്റെ പിന്നിൽ എന്തെങ്കിലും കാണും. പക്ഷെ അദ്ദേഹം ചെയ്ത കേസ് മാ നിഷാദ, അല്ലയോ നിഷാദ, നിനക്ക് ഒരിക്കലും സുഖം ലഭിക്കാതെ പോകട്ടെ. ഇതാണ് അദ്ദേഹം പറഞ്ഞത്. എത്ര നാള്? അഗമ ശാശ്വതി സമാ, ശാശ്വതമായിട്ട്, അഗമേ ശാശ്വതി സമ, അത്രത്തോളം വർഷങ്ങൾ നിനക്കും സുഖം ലഭിക്കാതെ പോകട്ടെ. എന്തുകൊണ്ടാണ്? യത് ക്രൗഞ്ച മിഥുനാദ്യേകം അവധി കാമമോഹിതം. നീ ക്രൗഞ്ച പക്ഷികൾ എന്ന് പറയുന്ന പക്ഷികളുണ്ടത്ര. അപ്പൊ ക്രൗഞ്ച പക്ഷികള് അവരെപ്പോഴും ഒരുമിച്ചായിരിക്കും അത്ര. ഒരു പെയറായിട്ടേ ഈ ക്രൗഞ്ച പക്ഷികൾ ജീവിക്കാറുള്ളൂ. അതിൽ ഏതെങ്കിലും ഒരു പക്ഷി മരിച്ചുപോയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അതിന്റെ പെയർ ഉള്ള പക്ഷി നശിക്കും, അത് മരിച്ചു. ക്രൗഞ്ച മിഥുനാദ്യേകം അവധി കാമമോഹിതം, ആൻഡ് they were engaged in love. അതുകൊണ്ട് നീ നിനക്ക് ശാശ്വതമായിട്ട് നിനക്ക് സുഖം ലഭിക്കാതെ പോട്ടെ എന്നായിരുന്നു. എല്ലാ ഇനോസ്പീഷ്യസ്നെസ്സും നിന്റെ മേല് പതിക്കട്ടെ. ലെറ്റ് ഓൾ ഇനോസ്പീഷ്യസ്നെസ് ബിഫോൾ യു.
ഇതായിരുന്നു അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് വന്നത്. ഇപ്പൊ ചില ആചാര്യന്മാര് പറയാറുണ്ട്, നമ്മള് ഒരു നല്ല കാര്യം ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും എന്താ ചെയ്യണം, നമ്മൾ മംഗളാക്ഷരൻ വെച്ച് സ്റ്റാർട്ട് ചെയ്യും, അല്ലെ? സോ മംഗളാക്ഷരൻ മീൻസ് വാട്ട്? വൈ ഡു വി ഓൾവേസ് ചാന്റ് മംഗളാക്ഷരൻ? എന്തുകൊണ്ടാണ് മംഗളാക്ഷരൻ ചൊല്ലുന്നത്? മംഗള ആചരൺ. മംഗള ആചരൺ മീൻസ് എന്താണോ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്, ഏത് കാര്യമാണോ നമ്മൾ ചെയ്യാൻ പോകുന്നത്, ആ കാര്യങ്ങൾക്ക് നമ്മൾ ഒരു പോസിറ്റിവിറ്റി കൊണ്ടുവരികയാണ്. അതായത് മോശമായിട്ടുള്ള ഒന്നും സംഭവിക്കത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ ഏത് പ്രോഗ്രാം ചെയ്യുമ്പോഴും നമ്മൾ സ്റ്റാർട്ടിങ് വിത്ത് മംഗളാക്ഷരൺ. സോ മംഗള ആചരൺ എന്ത് ചെയ്യും? അത് ആ പ്രോഗ്രാമിനെ പ്രൊട്ടക്ട് ചെയ്യും. ബിക്കോസ് വി ആർ ഇൻവോക്കിംഗ് ഓസ്പീഷ്യസ്നസ്. ഭക്തന്മാര് ഭഗവാനെ വെച്ചിട്ടാണ് ഓസ്പീഷ്യസ്നസ് ചൊല്ലുന്നത്. പക്ഷെ അങ്ങനെയാണെങ്കിൽ വാൽമീകിയുടെ വാൽമീകിയുടെ മനസ്സിൽ നിന്നും അല്ലെങ്കിൽ വായിൽ നിന്നും വന്നത് ഇതത്ര ഓസ്പീഷ്യസ് ആയിട്ടുള്ള സാധനമല്ല, അല്ലേ? യു ഷുഡ് സ്റ്റാർട്ട് വിത്ത് സംതിങ് വെരി ഓസ്പീഷ്യസ്. പക്ഷെ ഇപ്പൊ വന്നതോ അകമ ശാശ്വതി സമായ യു ഷുഡ് ബി സഫറിങ് എന്നാ പറയുന്നത്. സോ ഈസ് ഇറ്റ് നൈസ്? തുടക്കം മുതൽ തന്നെ എന്താ വരുന്ന ഡിസ്കസ്. സോ ആചാര്യന്മാര് അവര് നോക്കുമ്പോ അവര് പറയും, ഏയ് ദിസ് ഹസ് ഗോട്ട് അനദർ മീനിങ്. എന്താണ് മാ നിഷാദ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, മാ മീൻസ് ഹൂ. ആരെയാ നമ്മൾ മാ എന്ന് വിളിക്കുന്നത്? ഹൂ ഇസ് മദർ? അമ്മ എന്ന് പറയുന്ന ആരെയാണ്? അമ്മ ഇസ് സീതാദേവി. മാ. സോ രാമായണം സ്റ്റാർട്ട്സ് വിത്ത് മാ, മദർ. എവിടെയാണ് ലക്ഷ്മി ദേവി? ലക്ഷ്മി ദേവിയാണല്ലേ എല്ലാ ചരാചരങ്ങൾക്കും മാതാവായിട്ട് നമ്മൾ കണക്കാക്കുന്നത്. നിഷാദ. നിഷാദ എന്ന് പറയുന്ന വാക്കിന് വേറെ അർത്ഥമുണ്ട്. നിഷദ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എവിടെയാണോ ഇരിക്കുന്നത്. അപ്പോ ലക്ഷ്മി ദേവി സദാസമയവും ഇരിക്കുന്ന എവിടെയാണ്? ഭഗവാന്റെ ചെസ്റ്റിലാണ്, അല്ലെ? വക്ഷസ്ഥലം. അപ്പോ ആ മാതാ ലക്ഷ്മി ദേവി ഭഗവാന്റെ വക്ഷസ്ഥലത്ത് ഇരിക്കുന്നതുകൊണ്ട് ഭഗവാനെ ലെറ്റ് യുവർ ഗ്ലോറി ഗ്രോ അൺലിമിറ്റഡ്ലി. അഗമ ശാശ്വതി സമ. ഭഗവാനെ അങ്ങയുടെ ഗ്ലോറി ശാശ്വതി സമ, അതായത് എറ്റേണലി ലെറ്റ് യുവർ ഗ്ലോറി എക്സിസ്റ്റ്. അപ്പോഴും ഒരു പ്രശ്നമുണ്ടല്ലോ. യത് ക്രൗഞ്ചം ഇതുനാദേകം അവധി കാമമോഹിതം. രാവണന്റെ ഫോർ ഫാദറിന്റെ ഒരു പേര് ക്രൗഞ്ച എന്ന് പറയുന്ന ഒരു രാക്ഷസൻ. ദാറ്റ് വാസ് ഹിസ് നെയിം. അപ്പൊ ക്രൗഞ്ച എന്ന് പറയുന്ന ഇദ്ദേഹത്തിന്റെ ഫോർ ഫാദറിന്റെ പേരായതുകൊണ്ട് ക്രൗഞ്ചന്റെ ഫാമിലിയിൽ വന്ന രാമനും അല്ല സോറി രാവണനും മണ്ഡോദരിയും, അതില് ഒന്നിനെ ശ്രീരാമൻ വധിച്ചു. ക്രൗഞ്ച മിഥുനാദി ഏകം. ആ ഒരു പേരുണ്ടായിരുന്നല്ലോ, രാവണൻ ആൻഡ് മണ്ഡോദരി, ഹു ബിലോങ്സ് ടു ക്രൗഞ്ചസ് ഫാമിലി. ആ ഫാമിലിയിലെ ഒരു പക്ഷിയെ വധിച്ചു. ആരാണ് ഒരു പക്ഷി? ഈസ് രാവണ. വൈ? ബിക്കോസ് രാവണ വാസ് കാമമോഹിതം. രാവണന് എന്തായിരുന്നു ഉണ്ടായിരുന്ന? കാമമോഹിതം. ഹി വാസ് ലസ്റ്റ്ഫുൾ.
രാവണൻ ലസ്റ്റിയായിരുന്നു. അപ്പൊ ഇങ്ങനെ ചെയ്തത് കൊണ്ട് എന്ത് പറ്റി? രാവണ വാസ് കിൽഡ്. അതുകൊണ്ട് മൈ ലോർഡ്, അങ്ങയുടെ കീർത്തി എപ്പോഴും നിൽക്കട്ടെ. അപ്പോ ഇൻ വൺ വേ ഇറ്റ് ഈസ് കേഴ്സ്. പക്ഷേ അതിനെ നമ്മള് സാൻസ്ക്രിറ്റിൽ അങ്ങനെ ഒരു ഗുണമുണ്ട്. എന്താണ്? ഡിപ്പെൻഡിങ് അപ്പോൺ ദ എക്സ്പ്ലനേഷൻ. സംസ്കൃതത്തിലെ ഓരോ ലെറ്റേഴ്സിനും അറൌണ്ട് 24 അർത്ഥങ്ങൾ കൊണ്ടുവരാൻ പറ്റും, മീനിങ്സ്. സോ യു ക്യാൻ എക്സ്പ്ലെയിൻ ഇറ്റ് ഇൻ ഡിഫറെന്റ് വേസ്. അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ ദിസ് ഈസ് ഗുഡ്. എന്താണ്? വി ആർ സ്റ്റാർട്ടിങ് വിത്ത് വാട്ട്? എങ്ങനെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്? വിത്ത് എ ബ്ലെസ്സിങ്. ഭഗവാനെ ഇൻവോക്ക് ചെയ്യാൻ. സോ ഇതില് വേറൊരു കഥയും പറയുന്നുണ്ട്. വാൽമീകി ഈ ഒരു ശാപം പറഞ്ഞതിന് ശേഷം അദ്ദേഹം നോക്കിക്കഴിഞ്ഞപ്പോ അവിടെ ആ മരവും കാണുന്നില്ല, 2 പക്ഷികളെയും കാണുന്നില്ല, അവരെയും കാണാൻ പറ്റുന്നില്ല. സോ അതും വാസ് നോട്ട് റിയൽ. ഇവൻ ആ ഒരു സിറ്റുവേഷൻ വാസ് ഓൾസോ ഓക്കെ. വി വിൽ ഡിസ്കസ് ദാറ്റ് ലേറ്റർ. അപ്പോ വാൽമീകി അദ്ദേഹം ആ ദിവസം മുഴുവനും അദ്ദേഹം ഇതിനെപ്പറ്റി ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കാരണം അറിയാതെയാണെങ്കിലും അദ്ദേഹത്തിന്റെ വായിൽ നിന്നും വളരെ പെക്യുലർ ആയിട്ടുള്ള ഒരു ശ്ലോകമാണ് വന്നത്. സോ ആ സമയത്ത് വാൽമീകിയുടെ ആശ്രമത്തിലേക്ക് ഹി ഗെറ്റ്സ് എ വിസിറ്റർ. അപ്പൊ ആ വിസിറ്ററാണ് ലോർഡ് ബ്രഹ്മദേവനാണ് വാൽമീകിയുടെ ആശ്രമത്തിലേക്ക് വരുന്നത്. സോ ബ്രഹ്മദേവന് വരുമ്പോൾ ബ്രഹ്മദേവന് വാൽമീകി വളരെ എന്താണ് റെസ്പെക്റ്റോടു കൂടി ബ്രഹ്മദേവന് സ്വീകരിച്ചിരുത്തും. എന്നിട്ട് ബ്രഹ്മദേവൻ പറയും, വാൽമീകി അങ്ങ് വിഷമിക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ആ ശ്ലോകം അങ്ങയുടെ മുഖത്ത് വരാനുള്ള റീസൺ, അതിന് പിന്നിലൊരു റീസൺ ഉണ്ട്. യു ഷുഡ് കമ്പോസ് രാമായണ. ആ വേഴ്സ് അങ്ങയുടെ മുഖത്ത് നിന്ന് ഉത്ഭവിക്കാനുള്ള കാരണം ഞാനാണ്. കാരണം ഐ വാണ്ടഡ് ദിസ് വേർഡ്സ് ടു കം ഔട്ട് ഓഫ് യുവർ മൗത്ത്. സെയിം മീറ്ററില് അങ്ങ് യു ഷുഡ് കമ്പോസ് ശ്രീമദ് രാമായണം. ശ്രീ രാമചന്ദ്രമൂർത്തിയുടെ കംപ്ലീറ്റ് കഥകള് അങ്ങയുടെ മനസ്സിൽ ഓട്ടോമാറ്റിക് ആയിട്ട് വരും. സോ അങ്ങ് യു സ്റ്റാർട്ട് റൈറ്റിംഗ് ശ്രീമദ് രാമായണം. സോ ഈ ഒരു ഇൻസിഡന്റ് നടക്കുന്നതിന് തൊട്ട് മുന്നേ, ബ്രഹ്മദേവൻ വരുന്നതിന് മുന്നേ, വാൽമീകി മഹർഷിക്ക് ഹാഡ് എ ഡൗട്ട്. അപ്പൊ നമ്മളെല്ലാം ആലോചിക്കത്തില്ലേ, ഹൂ ഇസ് ദ ഗ്രേറ്റസ്റ്റ് ഹീറോ ഇൻ ദ വേൾഡ്? ഇതേപോലെ വാൽമീകി മഹർഷിക്ക് ഒരു സംശയം, ആരാണ് ഏറ്റവും ബെസ്റ്റ് പേഴ്സണാലിറ്റി, ഏറ്റവും നല്ല പേഴ്സണാലിറ്റി, ഹു ഹാസ് ഹാവിങ് ഓൾ ദ ഗുഡ് ക്വാളിറ്റീസ് എന്ന് പറയും. എല്ലാ ഗുണങ്ങളും അടങ്ങിയ ബെസ്റ്റ് പേഴ്സണാലിറ്റി ഇപ്പോ ഉള്ളതിൽ ഏറ്റവും ബെസ്റ്റ് പേഴ്സണാലിറ്റി ആര് എന്ന് അദ്ദേഹത്തിന് ഒരു ചോദ്യം വരും. നാച്ചുറലി അദ്ദേഹത്തിന്റെ മനസ്സിൽ വന്നു. അപ്പോ നാരദമുനി അദ്ദേഹത്തിന്
നാരദമുനി തന്റെ ആശ്രമത്തിൽ വരുന്ന സമയത്താണ് ഇദ്ദേഹം ചോദിക്കുന്നത്. ചോദിക്കുകയാണ്, ഇപ്പോ ജീവിച്ചിരിക്കുന്ന വ്യക്തികളില് കോൻ അസ്മിൻ സാമ്പ്രതാം ലോകേ ഗുണവാൻ കശ്ച വീര്യവാൻ ധർമ്മശ്ച കൃതശ്ച സത്യവാക്യോ ദൃഢവ്രതഃ എന്ന് ചോദിക്കണം. ഇപ്പോ ഈ വേൾഡിൽ നിൽക്കുന്ന വ്യക്തികളില് ഹു ഈസ് ദ മോസ്റ്റ് വെർച്വസ്, ഗുണവാൻ, ആരാണ് ഏറ്റവും വലിയ ഗുണമുള്ളത്? സാമ്പ്രതാം ലോകേ ഗുണവാൻ കശ്ച വീര്യവാൻ, ആരാണ് വീര്യമുള്ളവർ, വിഗറസ്. ഇനി ഇത് രണ്ടും മാത്രം പോരാ, ഹു ഇസ് ധർമ്മജ്ഞ, ധർമ്മം അറിയുന്നവനാര്. അനദർ തിങ് ഇസ് കൃതജ്ഞശ്ച. നമുക്ക് ഏറ്റവും വേണ്ട ഒരു ക്വാളിറ്റി കൃതജ്ഞത എന്ന് നമ്മൾ പറയും. കൃതജ്ഞത മീൻസ് ആരെങ്കിലും നമുക്ക് വേണ്ടി എന്തെങ്കിലും നല്ലത് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും ആ ഡീഡ്സ് മറക്കില്ല. ഗുണവാൻ കശ്ച വീര്യവാൻ ധർമ്മജ്ഞശ്ച കൃതജ്ഞശ്ച സത്യവാക്യ. സത്യവാക്യ മീൻസ് the person who always speaks the truth. ആരാണ് എപ്പോഴും സത്യം മാത്രം പറയുന്നവൻ. ആൻഡ് ദൃഢവ്രതഃ, ഡിറ്റർമൈൻഡ്, ആരാണ് ഫുൾ ഡിറ്റർമിനേഷൻ. പിന്നെയും ചോദിക്കുന്നുണ്ട്. സോ ഈ അദ്ദേഹം ഒരു അറൌണ്ട് 14 ക്വാളിറ്റീസ് ചോദിക്കുന്നുണ്ട്. ഈ സമയത്ത് ഈ ക്വാളിറ്റീസ് എല്ലാം തികഞ്ഞ ആരുണ്ട് എന്നാണ് ആരുടെ ചോദ്യം? വാൽമീകി മഹർഷിയുടെ ചോദ്യം. അദ്ദേഹത്തിന് അറിയാം ശ്രീരാമചന്ദ്രമൂർത്തി ആണ് എന്നുള്ളത്. പക്ഷേ ഈ ക്വാളിറ്റീസ് ഉണ്ടെങ്കിൽ വൈ ഡിഡ് ലോർഡ് രാമ ലീവ്? എന്തിനാണ് ശ്രീരാമചന്ദ്രമൂർത്തി സീതാദേവിയെ കാട്ടിലേക്ക് അയച്ചത്? അപ്പോ സോറി, ടോട്ടൽ 16 ക്വാളിറ്റീസ് ആണ് ചോദിച്ചത്. ഫസ്റ്റ് ഈസ് ഗുണവാൻ, വീര്യവാൻ, ധർമ്മജ്ഞ, കൃതജ്ഞ, സത്യവാക്യ, ദൃഢവ്രത, ചാരിത്രവാൻ, സർവഭൂത ഹിതേരഥ, വിദ്വാൻ, സമർത്ഥ, പ്രിയദർശിന, ആത്മവാൻ, ജിതക്രോധ, ദ്യുതിമാൻ, അനസൂയാക, വിഭേദ്യവദേവ. അപ്പോ ഈ 16 ക്വാളിറ്റീസ് ആരിലുണ്ട്? ഇപ്പൊ നാരദമുനിക്ക് ഹി നോസ് എവ്രിതിങ് ഇൻ ദ 3 വേൾഡ്സ്, അല്ലെ? 3 ലോകങ്ങളിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം അറിയാം. അപ്പോ ഈ ചോദ്യം ചോദിച്ച സമയത്ത് എന്ത് സംഭവിച്ചു? നാരദമുനി പെട്ടെന്ന് ആ വ്യക്തിനെ മെഡിറ്റേറ്റ് ചെയ്തു. ഇപ്പൊ നമ്മൾ ചോദിക്കുകയാണ്, നിങ്ങൾ കഴിച്ചതിൽ ഏറ്റവും നല്ല പനീർ ബട്ടർ മസാല എവിടുന്ന് കഴിച്ചതായിരുന്നു നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം? അത് ചോദിക്കുമ്പോൾ നിങ്ങൾ ഒന്ന് ഒരു സെക്കൻഡ് നിങ്ങളും അതിനെപ്പറ്റി ആലോചിക്കുമോ? എവിടെയായിരുന്നു? മെഡിറ്റേറ്റ് ചെയ്യുമോ? എന്നിട്ട് നമുക്കൊരു ടേസ്റ്റ് നമുക്ക് വരും. ഇതേപോലെ നാരദമുനി ആ സമയത്ത് ഹി ഓൾസോ മെഡിറ്റേറ്റഡ്. അപ്പൊ ശ്രീരാമചന്ദ്രമൂർത്തിയുടെ ആ ക്വാളിറ്റീസ് അറിഞ്ഞപ്പോ നാരദമുനി കുറച്ചു നേരം അതിൽ ഇമേഴ്സ്ഡ് ആയി നിന്നുപോയി. എന്നിട്ട് പറഞ്ഞു, ഞാൻ ബ്രഹ്മദേവനിൽ നിന്നും ഐ നോ ദിസ്. സോ ഞാൻ പറയാം അത് ആരാണ് അത്. ഹി ഈസ് ബോൺ ഇൻ ഇക്ഷ്വാകു ഡൈനാസ്റ്റി. ഇക്ഷ്വാകു വംശത്തിൽ ജനിച്ച വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ പേര് എന്താണ്? രാമ എന്നാണ് അദ്ദേഹം അറിയുന്നത്. ഹി ഈസ് സെൽഫ് കൺട്രോൾഡ്, വെരി പവർഫുൾ, ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ഒരു വാറിയർ ആണ്. ആൻഡ് ഹീസ് ദൃഢവ്രത. എന്തെങ്കിലും ഒരു കാര്യം ഡിറ്റർമിൻ ചെയ്തു കഴിഞ്ഞാൽ ഹി വിൽ ഫോളോ ഇറ്റ്. അപ്പോ
ഇദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്യുന്ന എന്തിനെ പറ്റിയാണ്? രാമായണം ഇൻ വൺ വേ, ഈ രാമായണം ഈസ് ലൈക്ക് ദ എസെൻസ് ഓഫ് വേദാസ് എന്നാ പറയണം. കാരണം ശ്രീരാമചന്ദ്രമൂർത്തി, വെൻ ലോർഡ് നാരായണ ഡിസൈഡഡ് ടു കം ഡൗൺ, അപ്പൊ വേദങ്ങളും എറ്റേണലി പ്രസന്റ് ആണ്. ഇവിടെ സ്പിരിച്വൽ വേൾഡില് വേദങ്ങളും അവിടെ പ്രസന്റ് ആണ്. അപ്പൊ അവര് പറഞ്ഞു ഞങ്ങൾക്കും വരണം അങ്ങ് പോകുമ്പോൾ, വി ഓൾസോ വാണ്ട് ടു ജോയിൻ. കാര്യം വേദങ്ങള് ആധ്യാത്മിക ലോകത്ത്, വൈകുണ്ഠ ലോകങ്ങളിൽ വേദങ്ങൾ എപ്പോഴും ഭഗവാനെ പ്രകീർത്തിച്ചുകൊണ്ടിരിക്കും. അപ്പൊ ഭഗവാൻ ഭൗതിക പ്രപഞ്ചത്തിലേക്ക് വരുന്നു എന്ന് പറഞ്ഞ സമയത്ത് വേദങ്ങൾ പറഞ്ഞു ഞങ്ങൾക്കും വരണം, വി ഓൾസോ വാണ്ട് ടു. അപ്പൊ വേദങ്ങള് കെയിം ഇൻ ദ ഫോം ഓഫ് രാമായണ. സോ ആ ഒരു എസെൻസിൽ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാല് വേദങ്ങളുടെ ഒരു എസെൻസും കൂടിയാണ് ശ്രീമദ് രാമായണം. ആൻഡ് വേദങ്ങളിലും വേദാന്തങ്ങളിലും പറയുന്ന ഫിലോസഫിക്കൽ എന്താണ് പോയിന്റ്സ് ശ്രീമദ് രാമായണത്തിലുമുണ്ട്. ബട്ട് മെയിൻ ഫിലോസഫിക്കൽ പോയിന്റ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? ശരണാഗതി. ഭഗവാൻ പറയത്തില്ലേ നമുക്ക് ഭഗവത്ഗീതയിലൂടെ, സർവധർമ്മൻ പരിത്യജ്യം മാമേകം ശരണം വ്രജ അഹം ത്വാം സർവപാപ്യേഭ്യോ മോക്ഷയിഷ്യാമി മാ ശുചക. അബാൻഡൻ എവ്രിതിങ് ആൻഡ് സറണ്ടർ അൺടു മീ. രാമായണം പഠിപ്പിക്കുന്നത് നമ്മളേതാണ് ശരണാഗതി, ഹൗ ഷുഡ് സറണ്ടർ. കാരണം രാമായണത്തിൽ ഓൾസോ യു സീ പീപ്പിൾ ഹു ആർ സറണ്ടറിങ് ടു ലോർഡ് രാമ. ഇപ്പൊ രാമായണം പറയുന്നുണ്ട് വാട്ട് ഹാപ്പൻസ് ടു ദോസ് പീപ്പിൾ, എന്നെ അടുത്ത് ശരണം പ്രാപിക്കുന്ന ആൾക്കാർക്ക് എന്ത് സംഭവിക്കും? അതും ശ്രീമദ് രാമായണത്തിൽ പറയുന്നുണ്ട്. പൊതുവെ രാമായണം ഈസ് ലൈക്ക് എ സ്റ്റോറി അല്ലെ. പക്ഷേ വലിയ ആചാര്യന്മാര്, അതായത് ഫോർ എക്സാമ്പിൾ ലൈക്ക് ശ്രീപാദ രാമാനുചാര്യര് തന്റെ ഗുരുവിന്റെ അടുത്ത്, ഹു വാസ് സ്റ്റേയിങ് ഇൻ ആക്ച്വലി നമ്മുടെ തിരുപ്പതി, അദ്ദേഹത്തിന്റെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു എനിക്ക് രാമായണം പഠിക്കണം. ഹി സ്റ്റേഡ് സം 1 year, അങ്ങനെ 6 months എങ്ങാണ്ട്. അറൌണ്ട് 6 months ഹി സ്പെൻഡ്, ആര് ശ്രീപാദ രാമാനുചാര്യര്, ടു അണ്ടർസ്റ്റാൻഡ് എസെൻസ് ഓഫ് രാമായണം. സോ അപ്പോ ഈ രാമായണം ഈസ് ആക്ച്വലി എൻ എസെൻസ് ഓഫ് വേദ, അങ്ങനെ നോക്കുകയാണെങ്കിൽ. അപ്പോൾ നാരദ മുനി ഉപദേശിച്ചു കൊടുത്തു, അതിനുശേഷം അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് ആ കേസ് വന്നു. ആൻഡ് നൗ ബ്രഹ്മ ഇസ് കമ്മിങ്. സോ ബ്രഹ്മദേവൻ പറയുകയാണ്, നൗ ഇറ്റ് ഈസ് ടൈം ഫോർ യു ടു റൈറ്റ്. അപ്പോ എന്താണ്? ശ്രീമദ് രാമായണം നീ എഴുതണം എന്ന് പറയണം. ആൻഡ് നൗ ഹി ഡിസൈഡ്സ്, ആരാണ്? വാൽമീകി ഡിസൈഡ് ചെയ്യും ദാറ്റ് നോ ഐ ഷുഡ് റൈറ്റ് ശ്രീമദ് രാമായണം. പക്ഷെ എന്താ എനിക്ക് ക്വാളിറ്റി ഉള്ളത്? എന്തിനാ എന്നെ സെലക്ട് ചെയ്തത്? ദിസ് ഇസ് വാട്ട് വാൽമീകി തിങ്സ്. അപ്പോഴാണ് വാൽമീകി പുറത്തേക്ക് നോക്കുമ്പോൾ ആ യൂണിവേഴ്സിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ത്രീ തന്റെ ആശ്രമത്തിലുണ്ട്. ആരാണ്? സീതാദേവി. അപ്പൊ സീതാദേവി ആ ആശ്രമത്തില് എത്തുകയുണ്ടായി. അതായത് രാമചന്ദ്രമൂർത്തിയുടെ പത്നിയായ സീതാദേവി തന്റെ ആശ്രമത്തിലുണ്ട്. സോ അതുകൊണ്ടായിരിക്കാം തന്നില് ഈ ഡ്യൂട്ടി നിക്ഷിപ്തമായത് എന്ന് അദ്ദേഹം ചിന്തിക്കാൻ തുടങ്ങി. സോ ദ റീസൺ വൈ, ബിക്കോസ് ലോർഡ് രാമ ഡിസൈഡഡ് ദാറ്റ് സീതാദേവി ആരുടെ ആശ്രമത്തിൽ നിൽക്കണമെന്ന്? വാൽമീകി ദേവിയുടെ ആശ്രമത്തിൽ നിൽക്കണമെന്ന്. സോ ആ ഒരു കണക്ഷനും കൂടിയുണ്ട് ഇവിടെ. വൈ വാൽമീകീസ് ആശ്രമം? എന്തുകൊണ്ടാ വാൽമീകിയുടെ ആശ്രമത്തിൽ? ചില നമ്മുടെ രാമായണം, ഇഷ്ടംപോലെ വ്യക്തികൾ രാമായണത്തിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. അതില് ഒരു വ്യക്തിയാണ് ഈ
ഭവഭൂതി എന്നും പറഞ്ഞിട്ട് വലിയ ഒരു പോയിന്റ് ഉണ്ടായിരുന്നു. സോ ഭവഭൂതി അദ്ദേഹത്തിന്റെ ഒരു എക്സ്പ്ലനേഷനിൽ അദ്ദേഹം പറയുന്നുണ്ട്, വൈ ഡിഡ് ലോർഡ് രാമ സെൻഡ് സീത ടു ദി ഫോറസ്റ്റ്. അപ്പൊ സീതാദേവിയും ശ്രീരാമചന്ദ്രമൂർത്തിയും തിരിച്ചു വന്ന സമയത്ത് ഒരു ദിവസം രാമചന്ദ്രമൂർത്തി സീതാദേവി ഈസ് ഓൾറെഡി പ്രഗ്നന്റ്. അപ്പോ ആ സമയത്ത് രാമചന്ദ്രമൂർത്തി സീതാദേവീനെ ഒരു സർപ്രൈസ് കൊടുക്കാനായിട്ട് സീതാദേവിനെ കൊണ്ട് കുറെ പെയിന്റിങ്സ് കാണിക്കാൻ പോകും. അപ്പൊ ആ പെയിന്റിങ്സ് എന്താണ്, ഇവരുടെ ലൈഫിന്റെ പണ്ടൊക്കെ നമ്മൾ ഫോട്ടോസ്, നമ്മളാണെങ്കിൽ നമ്മൾ പല പല ഫോട്ടോസ് നോക്കുന്ന പറയും, ഓ കഴിഞ്ഞ വർഷം അല്ലെങ്കിൽ 10 വർഷം മുന്നേ. ശ്രീരാമചന്ദ്രമൂർത്തി ഇവരുടെ ഇവന്റ്സ് എല്ലാം പെയിന്റ് ചെയ്തിട്ട് സീതാദേവിനെ കാണിക്കുകയാണ്. അപ്പൊ അതിൽ കുറെ പാസ്റ്റ് ടൈംസ് ഉള്ളത്, മെജോറിറ്റി പാസ്റ്റ് ടൈംസ് എവിടെയാ വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാല് ദാറ്റ് ഈസ് ഹാപ്പനിങ് ഇൻ ദ ഫോറസ്റ്റ്. ഈ പാസ്റ്റ് ടൈം ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുമ്പോൾ സീതാദേവി ശ്രീരാമചന്ദ്രമൂർത്തിയോട് പറഞ്ഞു, ഓ രാമ, ഐ എം സോ ഹാപ്പി. ഇന്നിപ്പോ ഞാൻ ഈ കൊട്ടാരത്തിൽ നിൽക്കുന്നുണ്ടെങ്കിലും ഇതിനേക്കാൾ കൂടുതൽ എനിക്ക് സന്തോഷം നൽകിയത് വെൻ ഐ വാസ് ഇൻ ദ ഫോറസ്റ്റ്. എന്നിട്ട് സീതാദേവി പറയണ, ഐ വിഷ് നമ്മുടെ കുട്ടികളും ദേ ഷുഡ് ഓൾസോ കം അപ്പ് ഇൻ ഫോറസ്റ്റ്. അവരും ഗുരുകുലത്തിൽ പഠിക്കണം. ദേ ഷുഡ്, ഇവിടെ ഈ കൊട്ടാരത്തിൽ വളരുന്നതിനേക്കാൾ കൂടുതൽ ഐ എക്സ്പെക്ട് ദാറ്റ് ദേ ഷുഡ് ബി ഇൻ ദ ഫോറസ്റ്റ്. കാരണം അത് വളരെ വളരെ എന്താ എൻജോയ്മെന്റ് നമുക്ക് നൽകിയ സമയമാണ്. സെയിം എൻജോയ്മെന്റ് ഐ വിഷ് ടു ഗിവ് ടു മൈ ചിൽഡ്രൻ ഓൾസോ എന്ന് പറയും. അപ്പൊ ആ സമയത്ത് വസിഷ്ഠ മുനി ഇവരുടെ പെർസെപ്റ്റർ ആയിരുന്നു. വസിഷ്ഠ മുനി ഒരു മെസ്സഞ്ചറിനെ അയക്കും രാമചന്ദ്രമൂർത്തിയുടെ അടുത്ത് എന്ന് പറയും, എന്താണോ സീതാദേവി റിക്വസ്റ്റ് ചെയ്യുന്നതോ യു ഷുഡ് കംപ്ലൈ. സീതാദേവി എന്ത് ഈ സമയത്ത് റിക്വസ്റ്റ് ചെയ്യുന്നു, യു ഷുഡ് അക്സെപ്റ്റ് ഇറ്റ് ആൻഡ് മേക്ക് ദ അറേഞ്ച്മെന്റ്സ്. എന്ത് അറേഞ്ച്മെന്റ്സ് നടത്തണം? സീതാദേവി എന്ത് ആഗ്രഹിച്ചാലും യു ഷുഡ് മേക്ക് ഇറ്റ് ഹാപ്പൻ. സോ സീതാദേവിയുടെ ഡിസയർ എന്തായിരുന്നു ഈ സമയത്ത്? ദിസ് ഇസ് ഓക്കെ, ഡിഫറെന്റ് എക്സ്പ്ലനേഷൻ ഗിവൺ ബൈ ദ പോയറ്റ്സ്. അപ്പൊ സീതാദേവിയുടെ ആഗ്രഹം, ഷി വോണ്ട് ടു ഗോ ടു ഫോറസ്റ്റ്. ബട്ട് വാൽമീകി, വൈ ഹി സെലക്ടഡ് വാൽമീകി? വാൽമീകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ചിതൽപുറ്റാണ് അല്ലെ. സോ വാൽമീകി വാസ് ബോൺ ഫ്രം ദിസ് വാൽമീകം. വാൽമീകം ചിതപ്പുറ്റിൽ. കാര്യം ഹി വാസ് മറ്റേ എന്താണ് രത്നാകരനായിട്ടിരുന്ന സമയത്ത് അദ്ദേഹം, ഈവൻ ദോ ഹി വാസ് ഫ്രം വരുണപുത്ര, വരുണന്റെ പുത്രനായിരുന്നെങ്കിലും അസോസിയേഷൻ മൂലം ഹി ബിക്കെയിം എന്താ പറഞ്ഞ ഒരു ഹണ്ടറായി തീർന്നു. ആര്? ഈ രത്നാകരൻ. അപ്പൊ അങ്ങനെ ആൾക്കാരെ ലൂട്ട് ചെയ്യുന്ന സമയത്താണ് നാരദ മുനിനെ കാണുന്നതും. സോ നാരദ മുനി ഇദ്ദേഹത്തിനോട് പറയണത്, യു ഷുഡ് ചാൻഡ് മന്ത്ര. അങ്ങനെ രാമനാമം ജപിച്ച് ജപിച്ച് അദ്ദേഹം കംപ്ലീറ്റ്ലി ഇമേഴ്സ്ഡ് ആയിപ്പോയി. അപ്പൊ ഭഗവാന്റെ നാമങ്ങൾക്ക് ഈ ഒരു ക്വാളിറ്റി ഉണ്ട്. നമ്മൾ പറയത്തില്ലേ, അഭിന്നത്വം നാമനാമിനോ. നാമവും നാമിയുമായിട്ട് ദർ ഇസ് നോ ഡിഫറൻസ്. സോ നമ്മള് എപ്പോഴാണോ ഭഗവാന്റെ നാമങ്ങള് നമ്മള് മെഡിറ്റേറ്റ് ചെയ്യുക, നമ്മൾ ജപിക്കുക എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താ? ജപം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഭഗവാന്റെ നാമം നമ്മുടെ മനസ്സിലും മനസ്സ് നാമത്തിലും നിൽക്കും. നാമവും മനസ്സും തമ്മിൽ വ്യത്യാസമില്ലാതെ അത് രണ്ടും ഒന്നാവുന്ന അവസ്ഥയാണ് ജപം എന്ന് പറയുന്നത്. ആ അവസ്ഥയില് ആ ഒരു വണ്ണസ്സില് വേറെ ഒന്നും ചിന്തയില്ല. മനസ്സിൽ മന്ത്രവും മന്ത്രത്തില് മനസ്സും. ദിസ് ഇസ് ജപ. അപ്പൊ അതേ ഇങ്ങനെ ജപിച്ച് വന്നപ്പോ കംപ്ലീറ്റ്ലി ഇമേഴ്സ്ഡ് ആയി.
അപ്പോ അദ്ദേഹത്തിന് അതിൽ നിന്നും ആ ചിതൽപുറ്റെല്ലാം വന്ന് മൂടി, ബട്ട് ഹി ഈസ് നോട്ട് നോയിങ്. അപ്പൊ വാൽമീകം എന്ന് പറയുന്നത്, ആസ് പെർ വേദാസ്, വാൽമീക ഈസ് ഭൂമി ദേവിയുടെ കാതാണത്രേ. അപ്പൊ വാൽമീകത്തിൽ നിന്നും ജനിച്ച വ്യക്തി ഈസ് വാൽമീകി. അപ്പോ ഭൂമിദേവിയുടെ പുത്രനായി ആര്? വാൽമീകി ഈസ് ദ സൺ ഓഫ് ഭൂമിദേവി. ഭൂമിദേവിയുടെ പുത്രി ആരാണ്? ഉം? സീതാദേവി. സോ യൂഷ്വലി നമ്മൾ ആരുടെ അടുത്തേക്കാണ് അയക്കേണ്ടത്? നമ്മള് അമ്മയുടെ അടുത്തേക്ക്. ബട്ട് അമ്മ ഈസ് നോട്ട് ദയർ, നോ, ഷീ ഈസ് ഭൂമിദേവി. സോ നെക്സ്റ്റ് പേഴ്സൺ ഹു ഈസ് അവൈലബിൾ ഈസ് വാൽമീകി. ആരാണ് നെക്സ്റ്റ് പേഴ്സൺ അവൈലബിൾ? ഈസ് ദ ബ്രദർ. അതുകൊണ്ടാണ് ഷീ സെന്റ് ടു വാൽമീകി മഹർഷി. സോ ഇവൻ ദോ ഒരു ഡക്കോയിറ്റിന്റെ രീതിയിൽ നിന്നും വന്നുവെങ്കിലും ഭഗവാന്റെ നാമങ്ങൾ ജപിച്ചത് കൊണ്ട് നാരദമുനി അദ്ദേഹത്തിന് സ്പെഷ്യൽ അനുഗ്രഹം കൊണ്ട് അദ്ദേഹത്തിന് വാൽമീകി എന്ന മുനിയുടെ പേര് കിട്ടി. അതുകൊണ്ട് തന്നെ ഈ രാമായണം എഴുതാനുള്ള കേപ്പബിലിറ്റി അതും ആരിലും നിക്ഷിപ്തമായി. ആരിലാണ് നിക്ഷിപ്തമായിരിക്കുന്നത്? ഇറ്റ് ഈസ് വാൽമീകി. സോ വാൽമീകി ഡിസൈഡ്സ്, ഓക്കെ, ഹൗ ഷുഡ് ഐ റൈറ്റ്? അങ്ങനെ അങ്ങനെ എഴുതുന്നതിനെ പറ്റി ഇങ്ങനെ ആലോചിച്ചു. അദ്ദേഹം ഡിസൈഡ് ചെയ്തു, ഓക്കെ, 24,000 വേഴ്സസിൽ ഞാൻ എഴുതും, 640 ചാപ്റ്റേഴ്സ്. എന്നിട്ട് ഇത് എഴുതിയതിനു ശേഷം അദ്ദേഹം ആലോചിക്കായിരുന്നു, ഇനി ആരെ പഠിപ്പിക്കും? അങ്ങനെ ആലോചിക്കുമ്പോഴാണ് അദ്ദേഹം നോക്കുമ്പോ ലവാൻ കുശ, ദേ ആർ ദ പെർഫെക്റ്റ്. അങ്ങനെയാണ് അദ്ദേഹം ആരാണ്? ലവ കുശേന ഇത് പഠിപ്പിക്കുന്നത്. ആക്ച്വലി ദേ വർ ദ പെർഫെക്റ്റ് ഡിസൈപ്പിൾസ്. ശ്രീമദ് രാമായണം മനസ്സിലാക്കാനായിട്ട് പെർഫെക്റ്റ് ഡിസൈപ്പിൾസ് ആയിരുന്നത്. പക്ഷെ അവരെന്ത് ചെയ്തു? എല്ലായിടത്തും പോയി ഇത് ചൊല്ലാൻ തുടങ്ങി. അപ്പൊ ആൾക്കാരെല്ലാരും വളരെയധികം ഇൻട്രസ്റ്റഡ് ആയി രാമായണം കേൾക്കാനായിട്ട്. സോ അവര് എപ്പോഴെല്ലാം രാമായണം ചൊല്ലുമ്പോഴോ അത് കേൾക്കുന്ന ആൾക്കാരെല്ലാം കംപ്ലീറ്റ്ലി ക്യാപ്ചേർഡ് ആയിപ്പോയി. അപ്പൊ ഈ സമയത്താണ് ശ്രീരാമചന്ദ്രമൂർത്തി അവിടെ ഒരു യജ്ഞം നടക്കുന്നു. സോ യജ്ഞം നടക്കുന്ന സമയത്ത് ഈ കുട്ടികളോട് അവിടെ വന്ന് ഇത് കേൾക്കുന്ന ആരാണ്? എനിക്കൊന്ന് ലക്ഷ്മണനാണോ സോറി ഭരതനോ കണ്ടാണ് തോന്നുന്നത് കേൾക്കുന്നത്. സോ അവരെ ഇൻവൈറ്റ് ചെയ്തിട്ട് ശ്രീരാമചന്ദ്രമൂർത്തിയുടെ അടുത്ത് വന്ന് ചൊല്ലാനുള്ള ഒരു അവസരം കിട്ടുകയാണ്. സോ ഈ രാമായണം ഇത് ആദികാവ്യമാണ് അല്ലെ. ഇത് എത്രയോ വർഷങ്ങൾക്ക് മുന്നേ നടന്ന സംഭവമാണ്. ഇത് എല്ലാവർക്കും അറിയാം. ശ്രീരാമചന്ദ്രമൂർത്തിക്കും അറിയാം തന്റെ ജീവിതത്തിൽ നടന്ന കാര്യങ്ങൾ. പക്ഷേ ശ്രീരാമചന്ദ്രമൂർത്തി എന്ത് പറ്റി? അദ്ദേഹവും രാമായണം കേട്ടപ്പോ ഹി വാസ് കംപ്ലീറ്റ്ലി ക്യാപ്റ്റിവേറ്റഡ്. സോ രാമായണത്തിന്റെ ഒരു പ്രത്യേകത ഇതാണ്. നമ്മൾ ചിലപ്പോ ആദ്യമായിട്ട് കേട്ടത് ഒരു ഫസ്റ്റ് സ്റ്റോറി ചിലപ്പോൾ രാമായണമായിരിക്കും നമ്മളെല്ലാവരും. പക്ഷെ എത്ര തവണ കേട്ട് കഴിഞ്ഞാലും നമുക്ക് രാമായണം വീണ്ടും വീണ്ടും യു ഫീൽ ഇറ്റ് ഇസ് ടേസ്റ്റി. സോ ഇതാണ് രാമായണത്തിന്റെ ഒരു ക്വാളിറ്റി. സോ രാമചന്ദ്ര ഓൾസോ ഫെൽറ്റ്, ഓ അമേസിങ്. രാമചന്ദ്ര ഓൾസോ സ്റ്റാർട്ടഡ് എൻജോയിങ്. സോ ഇഫ് രാമ ഹിംസെൽഫ് ലിസൺസ്, അത് മാത്രമല്ല, ഇഫ് യു ലുക്ക് അറ്റ് ദ്വാരക ലീലയില് ശ്രീരാമചന്ദ്ര ഭഗവാനെ കാണാനായിട്ട് നാരദമുനി ചെല്ലുന്ന സമയത്ത് ചില സ്ഥലങ്ങളിൽ ഭഗവാൻ എന്താണ് കൃഷ്ണൻ ഈ രാമായണം കേട്ടുകൊണ്ട് രസിക്കുകയാണ്.
ചില സ്ഥലങ്ങളിൽ അദ്ദേഹം ഭാഗവതം മറ്റുള്ള പുരാണങ്ങളൊക്കെ കേൾക്കുന്നു. സോ ഹിയറിങ് അല്ലെങ്കിൽ ശ്രവണം അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ശ്രവണം, നമ്മൾ കേൾക്കുന്നത്. സോ ഓരോ തവണ നമ്മൾ ശ്രവണം ചെയ്യുമ്പോഴും എന്ത് സംഭവിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ഉള്ളില് ഭഗവാനെ പറ്റിയുള്ള കാര്യങ്ങൾ വീണ്ടും വീണ്ടും കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിലെ കണ്ടാമിനേഷൻസ് മാറും അത്ര. സോ ദാറ്റ് വേ എന്ത് സംഭവിക്കും, വി വിൽ ബിക്കം മോർ പ്യൂർ. വീണ്ടും വീണ്ടും പ്യൂർ ആവും. ഹരേ കൃഷ്ണ. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം? ആർക്കില്ല? വി വിൽ വൈൻഡ് അപ്പ് ടുഡേ. നമ്മൾ ഇന്നിവിടെ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. श्रीमद् रामायणम की जय, श्रील प्रभुपाद की जय, श्रील गुरुदेव की जय, अनंत कोटि वैष्णव वृंद की जय, गौर प्रेमानंद, हरि हरि बोल. So we will see probably next week. Hare Krishna. Hare Krishna. I'm just stopping.